നമസ്കാരം. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി, ഒപ്പം സോണിയാഗാന്ധിയും പ്രിയങ്കയും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് പത്രിക സമർപ്പിച്ചത്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർക്കൊപ്പം റായ്ബറേലിയിലെത്തിയാണ് രാഹുൽ വരണാധികാരിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. റായ്ബറേലിയിലെത്തിയ രാഹുലിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെയാണ് രണ്ടാം സീറ്റായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതേസമയം അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരി ലാൽ ശർമ്മ പത്രിക നൽകി. മീൻ പിടിക്കുന്നതിനിടെ ന്യൂസിലൻഡിൽ മലയാളി മുങ്ങിമരിച്ചു. സുഹൃത്തിനായി തെരച്ചിൽ. ആലപ്പുഴ നെടുമുടി സ്വദേശി ശരത്താണ് മുങ്ങിമരിച്ചത്. 37 വയസ്സായിരുന്നു. സുഹൃത്തായ മൂവാറ്റുപുഴ ചെമ്പകത്തിനാൽ ഫെർസിൽ ബാബുവിനെ കാണാതായി. ജോലി കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ. 23-കാരിയായ അമ്മ കുറ്റം സമ്മതിച്ചു. കൊച്ചി പനമ്പള്ളി നഗറിനെ നടുക്കി നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവത്തിൽ 23-കാരി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു. ജനിച്ച് 3 മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടുറോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രസവം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലയോട്ടിക്കുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കേരള തീരത്ത് റെഡ് അലർട്ട്, അതീവ ജാഗ്രതാ നിർദ്ദേശം. വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്ന് ഉറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ജീപ്പ് സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം, 5 പേർക്ക് പരിക്ക്. തൃശൂരിൽ സ്വകാര്യ ബസ്സിൽ ജീപ്പിടിച്ച് 2 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ചേർപ്പ് മുത്തോളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. അമിത വേഗത്തിൽ വന്ന ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 പേരാണ് ജീപ്പിലുണ്ടായിരുന്നത്. ഇവരെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ പുറത്തെടുത്ത് കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജീപ്പിലുണ്ടായിരുന്ന മഞ്ഞപ്ര സ്വദേശി ബിജു ദേവസി, ഇതര സംസ്ഥാന തൊഴിലാളി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 5 പേർക്കും പരിക്കേറ്റു. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ് ജീപ്പ്. ജീപ്പിനുള്ളിൽ 2 പേരും കുടുങ്ങി പോവുകയായിരുന്നു. സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടമായി അമ്മയും 4 വയസ്സുള്ള മകളുമടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. ഇടുക്കി ചിന്നക്കനാലിൽ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട 3 പേർക്ക് ദാരുണാന്ത്യം. അമ്മയും 4 വയസ്സുള്ള മകളും ബന്ധുവായ യുവതിയുമാണ് മരിച്ചത്. ചിന്നക്കനാൽ തിടീനഗർ സ്വദേശി അഞ്ജലി, മകൾ അമേയ, തിടീനഗർ സ്വദേശി സെൽവത്തിന്റെ ഭാര്യ ജെൻസി എന്നിവരാണ് മരിച്ചത്. ടാങ്ക് കുടിക്ക് സമീപം ഇറക്കത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. അഞ്ജലിയും അമേയയും സംഭവ സ്ഥലത്ത് വെച്ചും ജെൻസി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ചത്തത് 497 കറവ പശുക്കൾ. ജാഗ്രതാ നിർദ്ദേശം. കൊടുംചൂടിൽ സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് ഇതുവരെ 497ഓളം കറവ പശുക്കൾ ചത്തെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. കൊല്ലത്ത് 105ഓളം പശുക്കൾ സൂര്യാഘാതമേറ്റ് ചത്തെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിൽ ഉരുക്കളെ മേയാൻ വിടരുതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സമയത്ത് പശുക്കളെ പാടത്ത് കെട്ടിയിടരുതെന്നും നിർദ്ദേശമുണ്ട്. ചത്ത കാലികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തെ തുടർന്ന് റേഷൻ കട സമയത്തിൽ മാറ്റം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. കടകളുടെ പ്രവർത്തനം രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാക്കി ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു.
പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. KCB വൈദ്യുതി ഉപയോഗം കൂടിയതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം തുടങ്ങി KCB. ഉപഭോഗം കൂടിയയിടങ്ങളിലാണ് നിയന്ത്രണം. ആദ്യഘട്ടത്തിൽ പാലക്കാട്ട് നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കുമിടയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണമെന്നാണ് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഇടവിട്ട് വൈദ്യുതി നിയന്ത്രണത്തിനാണ് സാധ്യത. മേഖലകളിൽ നിയന്ത്രണത്തിന് ചീഫ് എഞ്ചിനീയർമാരെ KCB ചുമതലപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ വി മുരളീധരന്റെ ശ്രമം. BJP വിശകലന യോഗത്തിൽ ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ. BJP ആലപ്പുഴ അവലോകന യോഗത്തിൽ വി മുരളീധരനെതിരെ രൂക്ഷ വിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ഇടപെട്ടെന്നാണ് ആരോപണം. അനാവശ്യ ഇടപെടൽ അനുവദിക്കരുതായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ ജില്ലയിലെ വിശ്വസ്തൻ വഴിയാണ് ഇടപെട്ടതെന്നും ശോഭ ആരോപിച്ചു. 326 ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചില്ല. 14 ദിവസം കഴിഞ്ഞാണ് പോസ്റ്റർ പോലും ഒട്ടിച്ചത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലെക്സും നിറഞ്ഞതിനു ശേഷമാണ് പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തുടങ്ങിയതെന്നും അവർ പറഞ്ഞു. തന്റെ മാനേജർക്ക് വാഹനം പോലും നിഷേധിച്ചു. ബാക്കി ഫലപ്രഖ്യാപനത്തിന് ശേഷം പറയാം. ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് നന്ദിയും ശോഭ പറഞ്ഞു.